തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസിനെതിരെ വ്യാപക ട്രോളുകൾ. സിഎം വിജയിയെയും നടി തൃഷയെയും ധ്യാൻ അപമാനിച്ചെന്നാണ് ട്രോളുകൾ. വിസിറ്റർ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിനിടെ ധ്യാൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഇവനെപ്പോലൊരു മരക്കഴുത. എനിക്കൊരു ഉപകാരം ചെയ്യൂ, നീ വാ പൊളിക്കരുത് പ്ലീസ്. താൻ സിഎം ആകുമ്പോൾ നവ്യ നായർ സാരി ഉടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇതാണ് തമിഴ്നാട്ടിൽ വ്യാപകമായ ഓൺലൈൻ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഞാൻ പറയുന്നു, ഞാൻ സിഎം ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോഡിൽ. നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല സിഎം ആകുമ്പോൾ വലിയ കുഴപ്പ. നിന്റെ ഭ്രാന്തിന് ഓരോന്ന് തോന്നും. ചിലതൊക്കെ നീ അറിയാതെ സത്യമാകുമ്പോ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. കൂടെ ഉള്ളവരും കുടുങ്ങും. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായതാണ്, നമ്മളൊക്കെ കണ്ടതുമാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? സമാധാനമായല്ലോ, അനുഭവിച്ചു. ഇപ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകൾ വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ധ്യാൻ ശ്രീനിവാസിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വളരെയധികം വൈറലായി മാറിയിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച്. പക്ഷേ തമിഴ്നാട്ടിൽ അത് വേറെ രീതിയിലാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പ്രത്യേകിച്ച് അവരുടെ മുഖ്യമന്ത്രിയായ വിജയിയെയും നടി തൃഷയെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു ധ്യാന്റെ വാക്കുകൾ എന്നുള്ളതാണ്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? മായി വരുമ്പോഴേക്കും സാരി ഉടുത്ത് നവ്യ നായർ മുന്നിൽ വന്നിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നടി തൃഷയാണ് ഇതുപോലെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോടാ, ഭാഗ്യം എന്റെ പേരില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ പേടിക്കണ്ട, ഞാൻ സിഎം ആകുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത്. എന്താ ഉറക്കം വരുന്നു. ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? നീയും കൊടുക്കും. തമിഴ്നാട്ടുകാർ വളരെയധികം വിമർശനം ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഉൾപ്പെടെയുള്ള പല വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ. ധ്യാൻ ശ്രീനിവാസിന്റെ ഈ പ്രസംഗം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ വിമർശനം, വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. വെറുതെ വല്ലതും പറഞ്ഞ് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കല്ലേ. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വ്യാപകമായ വിമർശനങ്ങൾ ഈ ധ്യാൻ ശ്രീനിവാസിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഇതാരാണ് ഈ വ്യക്തി എന്നുൾപ്പെടെ, ഈ നടൻ ആരാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറയാൻ ഇയാൾ ആരാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുണ്ട്. നാണ് കേരളത്തിൽ നിന്ന് വന്നത്, വെളിനാട്ടിൽ നിന്ന് വന്നത്, നാണ് റോമിംഗ്. പ്രത്യേകിച്ച് ജനനായകൻ റിലീസ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഇതുപോലൊരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് പൗരന്മാരായി നമ്മൾ പ്രതികരിക്കുന്നില്ല? പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ എല്ലാ സംശയം തീർന്നു. ഞാൻ ഒരു മണിക്കൂർ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.